അന്ത്യോദയ അന്ന യോജന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന മാറ്റം സംസ്ഥാനത്തിന് കനത്ത തിരിച്ചടിയാവുമെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു. 5-ൽ താഴെ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്കുള്ള സൗജന്യ ഭക്ഷ്യധാന്യത്തിന്റെ അളവ് കുറയ്ക്കുന്നത് പ്രതിസന്ധിയാകുമെന്ന ആശങ്കയാണ് നിലവിൽ ഉയരുന്നത്. മഞ്ഞ കാർഡ് കുടുംബങ്ങളുടെ വലുപ്പവുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്രം റേഷൻ വിഹിതം വെട്ടിച്ചുരുക്കുന്നത്. സൗജന്യമായി ലഭിക്കുന്ന ഭക്ഷ്യധാന്യത്തിന്റെ അളവ് അംഗത്തിന് 7 കിലോ ആയി നിജപ്പെടുത്താനാണ് കേന്ദ്ര നീക്കം. കോഴിക്കോട് ജില്ലയിൽ 38,595 കുടുംബങ്ങളിലായി 1.5 ലക്ഷത്തോളം പേരെയാണ് ഇത് ബാധിക്കുക. നിലവിൽ അംഗങ്ങളുടെ എണ്ണം പരിഗണിക്കാതെ AAY കാർഡുടമയ്ക്ക് 35 കിലോ സൗജന്യ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത്. ഇതിനാൽ 2 അംഗ കുടുംബത്തിന് 35 കിലോ കിട്ടിയിരുന്നത് 14 കിലോയായി ചുരുങ്ങും. ഒറ്റയടിക്ക് കുറയുന്നത് 21 കിലോ. കേരളത്തിൽ ഒരു കാർഡിൽ നിലവിൽ 1 മുതൽ 5 അംഗങ്ങളാണ്. 5 പേരിൽ കൂടുതലുണ്ടെങ്കിലും പരമാവധി 35 കിലോ ലഭിക്കും. AAY കാർഡ് ശുദ്ധ ദരിദ്രം എന്ന് പറയുന്ന വിഭാഗത്തിന് ഇന്ന് വരെ ഒരു കുടുംബത്തിന് 35 കിലോ ഭക്ഷ്യധാന്യം കൊടുത്തു. അത് 7 കിലോ ഒരാൾക്ക് 7 കിലോ ആക്കി ചുരുക്കാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ മനസ്സിലാക്കി പരിസ്ഥിതി മനസ്സിലാക്കി ഒരു 10 കിലോ ഭക്ഷ്യധാന്യം ഒരു മാസത്തിൽ ഇവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. നമ്മളതേ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ അതായത് അതിന് വിവേചനം കാണിക്കരുത്. AAY എന്നോ പിന്നെ PHH BPL എന്നുള്ള വിവേചനം കാണിക്കരുത്. ജില്ലയിൽ AAY കുടുംബങ്ങൾ ഏറെയുള്ളത് തീരദേശത്താണ്. ഇതിൽ ഭൂരിഭാഗവും മത്സ്യത്തൊഴിലാളികളാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കായി 2000-ലാണ് കേന്ദ്രം പദ്ധതി തുടങ്ങിയത്. റേഷൻ വിതരണത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ മാറ്റം കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. AAY കാർഡുടമകളുടെ അരിവിഹിതം വെട്ടിക്കുറച്ച നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രധാനമന്ത്രിക്കുൾപ്പെടെ കത്ത് നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.